ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന്റെ കരടിന് കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം. കരട് ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യസഭ തിങ്കളാഴ്ച വരെ നിർത്തിവച്ചിരിക്കുകയാണ്. PR സുനിൽ വിവരങ്ങളുമായി. സുനിൽ, വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിൽ നിന്ന് വരുന്ന വിഷയമാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന്റെ കരടിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. അതിനായുള്ള ബില്ലിനാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലിന്റെ കരടിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ ബില്ല് ഈ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഏതായാലും ഈ സമ്മേളനത്തിൽ ബില്ല് പാസാക്കുന്ന നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങാൻ സാധ്യതയില്ല. പകരം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലേക്ക് ഈ ബില്ല് വിടാനാണ് സാധ്യത. അതിനുശേഷം സർവകക്ഷി യോഗമൊക്കെ തന്നെ വിളിച്ച് പ്രതിപക്ഷ പാർട്ടികളുമായി ഒരു സമവായം ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുക. ഏതായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം അതിൻ്റെ ഒരു ആദ്യ കടമ്പ എന്ന നിലയിൽ കേന്ദ്രമന്ത്രിസഭയിൽ ഈ ബില്ലിൻ്റെ കരടിന് അംഗീകാരം വന്നിരിക്കുന്നു. അങ്ങനെ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ബില്ല് ഇനിയിപ്പോൾ പാർലമെന്റിൽ വരാൻ പോകുന്നു. ഏതായാലും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് വലിയ പ്രതിഷേധമായിരുന്നു. അത് മറ്റു വിഷയങ്ങളിലായിരുന്നു. ലോക്സഭയിൽ ഇന്ന് പ്രധാനമായും കോൺഗ്രസിനെയും അമേരിക്കൻ വ്യവസായി ജോർജ് സോറോസിനെയും ബന്ധപ്പെടുത്തി പീയൂഷ് ഗോയൽ നടത്തിയ പരാമർശം സഭാരേഖയിൽ നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധമായിരുന്നു കോൺഗ്രസ് ഉയർത്തിയത്. ഇതേ തുടർന്ന് ലോക്സഭാ നടപടികൾ പ്രക്ഷുബ്ധമായിരുന്നു. രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധാങ്കറിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നോട്ടീസ് ഉയർത്തി ഭരണപക്ഷം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ വലിയ പ്രതിഷേധമാണ് ഇന്ന് പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജ്യസഭാ അധ്യക്ഷനെതിരെ ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയ നോട്ടീസ് വരുന്നത്. ഇത് സഭയുടെ അന്തസ്സ് കളങ്കപ്പെടുത്തുന്നതായി പ്രതിപക്ഷം ഏറ്റവും തരംതാണ പ്രവൃത്തിയാണ് ചെയ്തത് എന്നാണ് HD ദേവഗൌഡ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ ബഹളമായിരുന്നു രാജ്യസഭയിൽ. തുടർന്ന് രാജ്യസഭ തിങ്കളാഴ്ച വരെ നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ന് ലോക്സഭയിൽ അല്പസമയത്തിനകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദുരന്ത നിവാരണ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകും. ഒരുപക്ഷെ വയനാടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സ്മൃതി. ശരി, PR സുനിലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.